9th സ്റ്റാൻഡേർഡിലെ പ്രിസം എന്നുള്ള ചാപ്റ്ററിലെ മറ്റൊരു പ്രോബ്ലം നമ്പർ 16, ഇത് പേജ് നമ്പർ 208 ഒന്നാമത്തെ പ്രോബ്ലമാണ്. ഓക്കെ, പ്രോബ്ലം എങ്ങനെയാണ്? ഇൻ എ സ്കൂൾ ബിൽഡിംഗ് ദർ ആർ 12 cylindrical pillars, each of base diameter 1/2 meter and height 4 meter. First sub question, what is a curved surface area of a pillar? Second sub question, what is the total cost of painting all the pillars at 80 rupees per square meter? ഓക്കെ, അപ്പോൾ ഒരു സ്കൂളിൽ കുറേ പില്ലേഴ്സ് ഉണ്ട്. ഈ പില്ലറുകളൊക്കെ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 1/2 meter ആണ്, ഹൈറ്റ് 4 meter ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ പില്ലേഴ്സിൻ്റെയും തൂണുകളുടെയും ടോട്ടൽ കർവ്ഡ് സർഫേസ് ഏരിയ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ആദ്യം ഒരു പില്ലറിൻ്റെ എത്ര കണ്ടുപിടിക്കണം. അങ്ങനെ ടോട്ടൽ പില്ലേഴ്സിൻ്റെയും കർവ്ഡ് സർഫേസ് നമുക്ക് അറിയണം. അതെന്തിനാ അറിയുന്നത്? കാരണം അടുത്ത ചോദ്യം ഉണ്ട് അവിടെ. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ് ഓൾ ദ പില്ലേഴ്സ് അറ്റ് 80 rupees per square meter? ആ പില്ലേഴ്സ് എല്ലാം പെയിൻറ്റ് അടിക്കണമെങ്കിൽ എന്ത് കോസ്റ്റ് വരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പെയിൻറ്റ് ചെയ്യാനുള്ള കോസ്റ്റിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രൈസിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? ടോട്ടൽ സർഫേസ് ഏരിയ കൊണ്ട് ഇൻറ്റു ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പില്ലറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ കർവ്ഡ് സർഫേസ് ഏരിയ, ഇപ്പോൾ ഇത് പ്രിസത്തിൻ്റെ സിലിണ്ടറിക്കൽ പ്രിസായാലും സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ എന്താ വരിക? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. 2πr ഇൻറ്റു h ആണ്. ഓക്കെ, ഈ 2πrൽ 2r ഇൻറ്റു പൈ എന്ന് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ 2r ഡയമീറ്റർ ആണ്. 2r എത്രയാണ്? 1/2 meter എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹാഫ് എന്ന് എടുക്കാം, കാരണം 2r എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എത്രയാണ്? 1/2 meter ആണ്. ഇൻറ്റു പൈ, ഹൈറ്റ് എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു ഹാഫ് 2π ആണ് എന്ത് വരുന്നത്? ഒരു സിലിണ്ടറിക്കൽ പില്ലറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ വരുന്നത്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് 12 pillars. ഈ 12 പില്ലേഴ്സിൻ്റെ സർഫേസ് ഏരിയ എന്താ വരിക? 12 ഇൻറ്റു 2π, അപ്പോൾ 24π ആണ് വരിക, cm². ഓക്കെ, അപ്പോൾ അതായി. ഇത് ഒന്നാമത്തെ ആൻസർ കേട്ടോ. 2π എന്നുള്ളതാണ് ഒരു പില്ലറിൻ്റെ സർഫേസ് ഏരിയ. ഓക്കെ, cm². ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് വേണം, വേണ്ടേ? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 24π ആണ്. ഇത് 12 എണ്ണവും 12 എണ്ണത്തിൻ്റെയും കർവ്ഡ് സർഫേസ് ഏരിയ. അപ്പോൾ 24π. ഇനി ഒരു മീറ്ററിന് എന്താ കോസ്റ്റ്? 80 രൂപയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 24π ഇൻറ്റു 80, that is 24 into 3.14 into 80. ഇപ്പം എന്ത് വരും? 6,028 രൂപ 80 പൈസയാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഒരു പില്ലറിൻ്റെ കർവ്ഡ് സർഫേസ് ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, അത് 2π കിട്ടി. അങ്ങനെ 12 എണ്ണത്തിൻ്റെയും വരുമ്പോൾ എന്ത് വരും? 2π ഇൻറ്റു 12 24π എന്ന് വരും. ഇനി അതിൽ ഒരു സ്ക്വയർ മീറ്റർ പെയിൻറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. അപ്പോൾ അതിനെ നമ്മൾ 80 കൊണ്ട് ഇൻറ്റു ചെയ്തു. 24 ഇൻറ്റു 3.14 പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു 80 ചെയ്യുമ്പോൾ 6,028 rupees and 8 paise. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, താങ്ക് യു.